പാപിയായ ഒരുവനെ, അത്ര വെടിപ്പില്ലാത്ത സ്ഥലത്ത്, അല്ലേ, സമൂഹം വെറുക്കപ്പെട്ട ഒരു സ്ഥലത്ത്, സമൂഹം അത്ര മാനിക്കാത്ത ഒരിടത്ത്, ആരാണ് സമൂഹം മാനിക്കാത്ത ഒരുവനെ ആര് കാണുകയാണ്? യേശു കാണുകയാണ്, കർത്താവ് കാണുകയാണ്. ഉപരിയായ ഒന്നിനെ സ്വന്തമാക്കുവാൻ കയ്യിലുള്ള നിസ്സാരമായ ഒന്നിനെ കളഞ്ഞേ പറ്റൂ. എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടിയെന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ തന്നെയാണ് അവൻ അവന്റെ വീട്ടിലേക്ക് കർത്താവിനെ ക്ഷണിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരാശയമാണ്. നിങ്ങൾ ശ്രദ്ധയോടുകൂടെ കേട്ടിരുന്നാൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു അനുഭവമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുവാൻ പോകുന്ന ചിന്ത എന്ന് പറയുന്നത് കർത്താവിനെ കണ്ടുമുട്ടിയവരുടെ കൂടെ, യേശുവിനെ കണ്ടുമുട്ടിയവരുടെ കൂടെയുള്ള യാത്രയാണ്. യേശുവിനെ കണ്ടുമുട്ടിയവരുടെ കൂടെയുള്ള യാത്രയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ജീവിതകാലത്ത് കർത്താവ് ജീവിച്ചിരുന്ന സമയത്ത് അവനെ കണ്ടുമുട്ടിയ അനേകം ആളുകളുണ്ട്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ കണ്ടുമുട്ടിയവരുടെ ജീവിതം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അവൻ്റെ പേര് മത്തായി എന്നാണ്. മത്തായി എന്ന പേരിന് മുമ്പ് അവന് വിളിച്ചിരുന്ന പേര് ലേവി എന്നാണ്. മത്തായി എന്ന് നാമകരണം ചെയ്തത് അത് യേശുക്രിസ്തു തന്നെ ആകാനാണ് സാധ്യത. നമുക്ക് ഈ മത്തായിയെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. സുവിശേഷത്തിൽ മത്തായിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രതിവാദം ഇങ്ങനെയാണ്, വേദഭാഗം ഇങ്ങനെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചന വേദഭാഗങ്ങൾ ഒന്ന് എഴുതിയെടുത്തോ. വിശുദ്ധ മത്തായിയെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചന വേദഭാഗങ്ങൾ. ഇവയ്ക്കു ശേഷം യേശു പുറപ്പെട്ട് ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവി എന്നു പേരുള്ള ചുങ്കക്കാരനെ കണ്ടു. നീ എന്റെ പിന്നാലെ വരിക എന്ന് താൻ അവനോട് പറഞ്ഞു. അവനെല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് തന്റെ പിന്നാലെ പോയി. ലേവി അവന്റെ ഭവനത്തിൽ തനിക്കായി ഒരു വലിയ സ്വീകരണം നടത്തി. അവരോടുകൂടി ചുങ്കക്കാരും മറ്റുള്ളവരുമായി ഒരു വലിയ സമൂഹവും ഭക്ഷണത്തിനിരുന്നിരുന്നു. ശ്രോപ്പേന്മാരും പരീശന്മാരും പെറുവെറുത്ത് അവർ തന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും ഒരുമിച്ച് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവരോട് ഉത്തരമായി, രോഗികൾക്കല്ലാതെ സുഖമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ലല്ലോ. അനുതാപത്തിലേക്ക് പാപികളെ അല്ലാതെ നീതിമാന്മാരെ വിളിപ്പാനല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞു. മതി. വിശുദ്ധ മത്തായി ശ്ലീഹായെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ 1. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രക്ഷാസുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചന വേദഭാഗങ്ങൾ. ഇതേ സെയിം സംഭവം തന്നെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള തിരുവചന വേദഭാഗങ്ങൾ. നിങ്ങൾക്ക് നോട്ടിന് വേണ്ടിയിട്ടാണ്. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെ ഇതേ സംഭവം തന്നെയാണ് വിശുദ്ധ ലൂക്കോസിലും എഴുതി വച്ചിരിക്കുന്നതും വിശുദ്ധ മത്തായി എഴുതി വച്ചിരിക്കുന്നതും അതോടൊപ്പം തന്നെ വിശുദ്ധ മർക്കോസ് സബ്രോനോ എഴുതി വച്ചിരിക്കുന്നതും. മത്തായി 9-ന്റെ 9-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെ. ലേവി എന്നാണ് മനുഷ്യന്റെ പേര്. മത്തായി എന്ന് നാമകരണം ചെയ്തു. എന്താണ് മത്തായി എന്ന വാക്കിന്റെ അർത്ഥം? ദൈവത്തിന്റെ ദാനം എന്നാണ് അർത്ഥം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ലേവി ആരായിരുന്നു? ചുങ്കം പിരിക്കുന്നവനായിരുന്നു, ചുങ്കക്കാരനാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അദ്ദേഹം വെറുക്കപ്പെട്ടവനാണ്. തീർച്ചയായിട്ടും ചുങ്കം പിരിക്കുന്നവർക്കൊക്കെ സമൂഹത്തിൽ വലിയ വേലയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചുങ്കം പിരിക്കുന്ന ഈ മനുഷ്യൻ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനാണ്. ഈ ചുങ്കക്കാരൻ എന്ന് പറയുന്നത് ഈ റോമൻ ഭരണത്തിന്റെ കീഴിലാണ്. അന്ന് ഇസ്രായേൽ രാജ്യം ഭരിച്ചിരുന്നത് ആരാണ്? റോമൻ ഭരണകൂടമാണ്. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്ത്
ആ ഇസ്രായേൽ ജനത്തെ ഭരിച്ചിരുന്നത് റോമൻ ഭരണകൂടമായിരുന്നു. ഈ റോമൻ ഭരണകൂടമാണ് ഈ ചുങ്കക്കാരെ ചുങ്കം പിരിക്കുവാനായിട്ട് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വിടുന്നത്. പ്രിയപ്പെട്ടവരെ, അതിലൊരുത്തനാണ് ഈ ലേവി എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ. ചുങ്കം പിരിവായിരുന്നു അവന് പണിയല്ല. ചുങ്കം പിരിച്ചുകൊണ്ടേയിരിക്കും. അത് ചുങ്കം പിരിവിന് ഇത്ര രൂപ എന്നുണ്ട്. അയാൾക്ക് ഈ റോമൻ ഗവൺമെന്റിന് കൊടുക്കുന്ന ഇത്ര തുക മതി. പക്ഷേ ഇവന് എത്ര വേണമെങ്കിലും പിരിക്കാം. ചുങ്കം പിരിക്കുന്നവന് എത്ര വേണമെങ്കിലും പിരിക്കാം. അതിൻ്റെ ഒരു അംശം റോമൻ നുഖത്തിൽ അല്ല റോമൻ ഭരണകൂടത്തിന് ഇത്ര രൂപ കൊടുത്താൽ മതി എന്നുള്ളൂ. പക്ഷെ അവന് എത്ര വേണമെങ്കിലും പിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ചുങ്കം പിരിക്കുന്നവര് എന്താണ്, അവർ സമ്പന്നരായിരുന്നു. കാരണം ആളുകൾ ഇങ്ങനെ പിഴിഞ്ഞു മേടിക്കുന്നത് കൊണ്ട്, ഒത്തിരി പണം മേടിക്കുന്നത് കൊണ്ട് തന്നെ അവർ സമ്പന്നനായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇവർക്ക് വലിയ വിലയൊന്നുമില്ലായിരുന്നു. സമൂഹം അങ്ങനെ ഇവരെ എന്ത് ചെയ്യാണ്, മാറ്റി നിർത്തിയവരായിരുന്നു, വെറുക്കപ്പെട്ടവരായിരുന്നു ഇവരൊക്കെ. പ്രിയപ്പെട്ടവരെ, എന്നിരുന്നാലും ഈ ലേവി എന്നൊരു മനുഷ്യൻ, ഈ മത്തായി എന്ന് വിളിക്കുന്ന മനുഷ്യൻ, അവൻ നല്ല അറിവുള്ളവനായിരുന്നു. പഴയ നിയമത്തെക്കുറിച്ച്, പഴയ നിയമ സംവിധാനങ്ങളെക്കുറിച്ച്, യഹൂദന്മാരുടെ ആ പഴയ നിയമ ഗ്രന്ഥങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു, അറിവുള്ള മനുഷ്യൻ. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്ന അനേക പഴയ നിയമ കൊട്ടേഷൻസ് ഉണ്ട്. 100-ലധികം കൊട്ടേഷൻസ് എന്തുണ്ട്, പഴയ നിയമത്തിൽ നിന്നും അടർത്തി ഈ പുതിയ നിയമത്തിൽ കൊണ്ടുവച്ചിട്ടുണ്ട് മത്തായി എഴുതിയത്. അതുകൊണ്ട് പഴയ നിയമത്തെക്കുറിച്ച്, പഴയ നിയമ സംവിധാനത്തെക്കുറിച്ച്, അവരുടെ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് ലേവിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. ഇവിടെ ചാന്നറിയോ, ഇത് വായിച്ചില്ലേ? വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? യേശു ക്രിസ്തു ഈ ചുങ്കക്കാരനായ ലേവിയെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. അവിടെ എവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്? ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു ക്രിസ്തു ഇങ്ങനെ ആ വഴി കടന്നു പോകുമ്പോൾ ഈ ചുങ്കക്കാരൻ ലേവി എന്ന മനുഷ്യൻ, മത്തായി എന്ന മനുഷ്യൻ, അവൻ എവിടെ ഇരിക്കുകയാണ്? ചുങ്കസ്ഥലത്ത്, ചുങ്കം ഇരിക്കുന്ന സ്ഥലത്ത് അവനിങ്ങനെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പാപിയായ ഒരുവനെ അത്ര വെടിപ്പില്ലാത്ത ഒരിടത്ത്, സമൂഹം അത്ര മാനിക്കാത്ത ഒരിടത്ത്, സമൂഹം മാനിക്കാത്ത ഒരുവനെ എവിടെ വെച്ച് കാണുകയാണ്? യേശു കാണുകയാണ്. പിടുത്തം കിട്ടുന്നുണ്ടോ? ഇത് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. പാപിയായ ഒരുവനെ അത്ര വെടിപ്പില്ലാത്ത സ്ഥലത്ത്, അല്ലേ, സമൂഹം വെറുക്കപ്പെട്ട ഒരു സ്ഥലത്ത്, സമൂഹം അത്ര മാനിക്കാത്ത ഒരിടത്ത്, ആരാണ്? സമൂഹം മാനിക്കാത്ത ഒരുവനെ ആര് കാണുകയാണ്? യേശു കാണുകയാണ്, കർത്താവ് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ മാറ്റി നിർത്തിയാലും, ശ്രദ്ധിക്കണേ, ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ ഭ്രഷ്ട് കൽപ്പിച്ചാലും, തുണയില്ലെന്ന് കരുതിയാലും, നിന്റെ ജീവിതത്തിൽ ആരുമില്ല എന്നുള്ള ബോധ്യത്തോടുകൂടെ, നീ വിലാപത്തോടുകൂടെ, കണ്ണുനീരോടുകൂടെ കഴിയുന്നവളാണെങ്കിലും, കാണുന്ന ഒരു കർത്താവ് ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. എത്ര പേര് നമ്മളെ കളിയാക്കിയിട്ടുണ്ട്, എത്ര പേര് നമ്മളെങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിൽ പോലും എനിക്കൊരു വില തരാതെ മാറ്റി നിർത്തുന്ന അനേക കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്, അച്ചോ, എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഒരു കാര്യം പോലും എൻ്റെ ജീവിത പങ്കാളി ചോദിക്കാറില്ല, ഒരു ആശയം പോലും എന്നോട് പങ്കുവയ്ക്കാറില്ല, ഒരു കാര്യം പോലും എന്നോട് പങ്കുവയ്ക്കാറില്ല. എന്തെങ്കിലും ഒരു സംഭവം ഇല്ലേ, കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ നടത്തുമ്പോൾ ഇല്ലേ, അത് ചോദിക്കേണ്ട മര്യാദ അല്ല. ഞാൻ വലിയ കഴിവൊന്നുമില്ല, ഞാൻ പഠിക്കാൻ എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല, പക്ഷേ ഒരു ചോദിക്കുമ്പോൾ ആ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഭർത്താവ് എന്തെങ്കിലും ജീവിതവുമായി ബന്ധപ്പെട്ട, കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലേ, ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ അത് ജീവിത പങ്കാളിയുമായി ഒന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാണ് വീട്ടിൽ നടത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഇല്ലേ? നമുക്ക് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ഈ ചായ എന്നോട് അത് ചോദിച്ചല്ലോ, എന്നോട് അഭിപ്രായം ഒന്ന് തേടിയല്ലോ, എന്നെ മാനിക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്തയെങ്കിലും
നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതൊക്കെ മതിയെന്ന്. ഒന്ന് ചേർത്ത് നിർത്തുക, അവരോടൊന്ന് ചോദിക്കുക, അവരുടെ ആശയം ഒന്ന് പങ്കുവയ്ക്കുക, അല്ലേ? നമ്മുടെ മനസ്സിലുള്ള ആശയമൊക്കെ ഒന്ന് അവരോട് പങ്കുവയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസം ഉണ്ടല്ലോ. പക്ഷെ പല കുടുംബങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെ ജീവിതങ്ങൾ നമ്മൾ കാണുന്നില്ലേ? പല കുടുംബങ്ങളും ഒറ്റപ്പെട്ടു പോകുന്ന കുടുംബങ്ങളില്ലേ? നിരാശപ്പെട്ട് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത് ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ഒരു ജീവിതമായിട്ട് പല കുടുംബങ്ങളൊക്കെ മാറ്റപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സമൂഹം നിന്നെ മാറ്റി നിർത്തിയാലും, സമൂഹം നിന്നെ ഭ്രഷ്ട് കൽപ്പിച്ചാലും, കുടുംബത്തിൽ നിനക്ക് വലിയ വിലയൊന്നുമില്ലെങ്കിലും നിന്നെ കാണുന്ന ഒരു കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം, ഇല്ലേ? എത്ര പേര് കളിയാക്കിയിട്ടുണ്ട്. ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നീ രാവിലെ കുളിച്ചൊരുങ്ങി വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് രാവിലെ വരും ഈ ദേവാലയത്തിലേക്ക്. എത്ര പേര് നിന്നെ കാണുന്നുണ്ട്? അവരുടെ മനസ്സുകളിലേക്ക് നിന്നെ കുറിച്ച് വിളിച്ചത് അവൾ രാവിലെ. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് വരും, കളിയാക്കുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും, ഇല്ലേ? സ്വന്തം ബന്ധുമിത്രാദികൾ മാറ്റി നിർത്തിയ അവസ്ഥകളില്ലേ? കൂടുതലായിട്ട് ഞാൻ അങ്ങനെ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ അവസ്ഥകളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന അനേക ജീവിതങ്ങളുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ മത്തായി എന്ന് പറയുന്ന ലേവി എന്ന മനുഷ്യൻ, അവൻ പാപിയായ ഒരുവനെ, അല്ലെങ്കിൽ പാപിയായ ആ മനുഷ്യനെ അത്ര വെടിപ്പില്ലാത്ത ഒരിടത്ത്, സമൂഹം അത്ര മാനിക്കാത്ത ഒരിടത്ത്, സമൂഹം മാനിക്കാത്ത ഒരുവനെ കർത്താവ് കാണുകയാണ്. കണ്ടു കഴിഞ്ഞപ്പോഴോ പറ, കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, വാ വാ എന്നെ അനുഗമിക്കുക, വാ. അങ്ങനെയൊക്കെ പലരെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെന്ന് നമ്മളെ. വാ, നീ എൻ്റെ കൂടെ വാ, നീ എന്നെ അനുഗമിക്കേ. വിളിച്ചിട്ടില്ലേ? എത്രയോ തവണ നമ്മളങ്ങനെ മാറ്റി വിളിച്ചിട്ടുണ്ട്, ഇല്ലേ? നിരാശപ്പെട്ടു പോയ ഒരിടത്ത്, നിരാശപ്പെട്ട് ഇരുട്ടറകളിലേക്ക് നമ്മൾ പോയ അനേക നിമിഷങ്ങളിലെ, ഒറ്റയ്ക്ക് മുറിയടച്ച് ആ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച നിമിഷങ്ങളില്ലേ? ചില സാന്ത്വനങ്ങൾ നിന്നെ തേടി വിളിക്കുന്നില്ലേ, ഇല്ലേ? ഈ ശുശ്രൂഷകളിലൂടെ ചിലപ്പോൾ ദേവാലയത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ചില ബോധ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ലേ? വാ വാ, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണ്, ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്, ഞാൻ നിന്നെ പൊറ്റുന്ന ഒരു ദൈവമാണെന്നൊക്കെ അറിഞ്ഞു അറിയാതെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളില്ലേ? അതാണ് വാ എന്നെ അനുഗമിക്കുക, വാ എന്നെ അനുഗമിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ്. നീ ഒറ്റപ്പെടുന്നവർ, സങ്കടപ്പെടുന്നവർ, ആരും എനിക്ക് തുണയില്ല എന്ന് കരുതുന്നവർ, അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം ഇവരൊക്കെ ചേർത്ത് നിർത്തുവാൻ, നിന്നെ വിളിക്കാൻ, ഇല്ലേ? നിന്നെ വിളിക്കും. വാ, നീ എൻ്റെ കൂടെ വാ. നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അങ്ങനെ ആനന്ദം അനുഭവിച്ചിട്ടില്ലേ നിങ്ങൾ? കർത്താവായ യേശു ക്രിസ്തു ലേവിനെ വിളിക്കുക, വാ എന്നെ അനുഗമിക്കുക. എന്ത് ചെയ്തു? അവന്റെ തൊഴിലിടത്ത് നിന്നും എന്ത് ചെയ്യാണ്? അവൻ അങ്ങോട്ട് ചെല്ലുകയാണ്. വേറെ ഒന്നും പറഞ്ഞില്ല. അവനതെല്ലാം ഉപേക്ഷിക്കുകയാണ്. എല്ലാത്തിനോടും നോ പറഞ്ഞ് കർത്താവിന്റെ അടുക്കലേക്ക് ഈ ലേവി എന്ന മനുഷ്യൻ കടന്നു ചെല്ലുകയാണ്. എല്ലാത്തിനോടും നോ പറഞ്ഞു, ഇല്ലേ? അവന്റെ തൊഴിലിടത്ത് നിന്നും, അത്ര വെടിപ്പില്ലാത്ത ഒരിടത്ത് നിന്നും, സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച ഒരിടത്ത് നിന്നും, ഇല്ലേ? സമൂഹം മാറ്റി നിർത്തിയ ഒരുവൻ, അവൻ എന്ത് ചെയ്യാണ്? എല്ലാത്തിനോടും നോ പറഞ്ഞു. നോ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? കർത്താവിനെ അനുഗമിക്കുകയാണ്. ഇനി പറയുന്ന കാര്യം നിങ്ങളുടെ നെഞ്ചിൽ അടിവരയിട്ട് ഇത് ഇടതടവില്ലാതെ ഉരുവിടേണ്ട ഒരു കാര്യമാണ്. എന്തെന്നറിയുമോ? ഉപരിയായ ഒന്നിനെ സ്വന്തമാക്കുവാൻ, ശ്രദ്ധിക്കണമേ, ഉപരിയായ ഒന്നിനെ സ്വന്തമാക്കുവാൻ കയ്യിലുള്ള നിസ്സാരമായ ഒന്നിനെ കളഞ്ഞേ പറ്റൂ. പിടുത്തം കിട്ടുന്നുണ്ടോ? ഉപരിയായ ഒന്നിനെ സ്വന്തമാക്കുവാൻ നിസ്സാരമായ, കയ്യിലുള്ള നിസ്സാരമായ ഒന്നിനെ കളഞ്ഞേ പറ്റൂ. ഉപരിയായ ഒന്നിനെ സ്വന്തമാക്കാൻ കയ്യിലുള്ള നിസ്സാരമായ ചിലതിനൊക്കെ കളയണമെന്ന്. പിടികിട്ടുണ്ടോ? ചിലതിനൊക്കെ മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ചില പാപങ്ങൾ നമ്മൾ പിടിച്ചു വെക്കുന്നില്ലേ? ചില പാപങ്ങൾ നമ്മൾ താലോലിച്ച് നടത്തുന്നില്ലേ? ചില ബന്ധനങ്ങൾ നമ്മളിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നില്ലേ? ചില ബലഹീനതകൾ നമുക്കില്ലേ? ഇതിനോടൊക്കെ നമ്മൾ നോ പറയണമെന്നാണ്. ഉപരിയായ ഒന്നിനെ സ്വന്തമാക്കുവാൻ കയ്യിലുള്ള ചിലതിനെ കളഞ്ഞേ പറ്റൂ. അത് നിന്റെ ജീവിതത്തിലെ പാപമാകാം,
ചില പാപ സാഹചര്യങ്ങളാകാം, ചില ജീവിതത്തിലെ ചില മേഖലകൾ, പാപത്തിന്റെ ചില മേഖലകൾ, അതൊക്കെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ പാപത്തെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. എല്ലാ ശനിയാഴ്ചയും ഇവിടെ വന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്, ദൈവസന്നിധിയിൽ ഇതുപോലത്തെ വചനങ്ങൾ കേട്ട് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ, ഈ ലോകമാകുന്ന പാപത്തോട് ചേർന്ന് ഇങ്ങനെ നടക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഉപരിയായ ഒന്നിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, നഷ്ടപ്പെടുത്തി ചിലതിനൊക്കെ നമ്മളിങ്ങനെ താലോലിച്ചുകൊണ്ട് നടക്കുകയാണ്. ചില മടികളെ അല്ലേ, മടിയുണ്ട്, ചിലതിനൊക്കെ അലസതയുണ്ട്, ചില ദുർചിന്തകളുണ്ട്. പറയാതെ തന്നെ അറിയാലോ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പറ്റും. എന്നെ മാടി വിളിക്കുന്ന, എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, എന്നെ നിരാശനാക്കുന്ന ചില പാപത്തിൽ നിന്നും, പാപബന്ധനങ്ങളിൽ നിന്നും, കെട്ടുകളിൽ നിന്നും അതെന്ത് ചെയ്യണം, അതിനോടൊക്കെ ഒന്ന് നോ പറയണം എന്നുള്ളതാണ്. മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഞാൻ തുറന്നു പറയുന്നില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് അറിയാം എന്താണ് എൻ്റെ കൺമുൻപിൽ നിൽക്കുന്ന പാപം, എന്നെ സ്വാധീനിക്കുന്ന, എന്നെ വീഴ്ത്തുന്ന, എന്നെ പരാജയപ്പെടുത്തുന്ന, ദൈവത്തിൽ നിന്നൊരു അകലം പാലിക്കുന്ന ചില പാപ സാഹചര്യമുണ്ട്. അതെന്റെ ഉള്ളം കയ്യിൽ ഞാൻ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്, ആരെയും കാണാതെ. പക്ഷെ പുറമെ നോക്കുമ്പോൾ ഭയങ്കര സംഭവമാണ് അല്ലേ. 6 അടി കുപ്പായത്തിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ വിടർന്നിങ്ങനെ നിൽക്കുകയാണ്. പറയുമ്പോ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട്. 6-7 വർഷമായി ഞാൻ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നു. പക്ഷെ ചിലതിനോട് നോ പറയാൻ പറ്റണില്ലെന്ന്. എന്തേ? എന്നാൽ കർത്താവ് പറയാണ്, ഇന്ന് പ്രഭാതത്തിൽ ഈ പരിശുദ്ധമായ ബലിപീഠത്തിന് മുൻപാകെ എഴുതി വെക്കാൻ അച്ഛൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മനസ്സിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ അഗാധത്തിൽ ഇത് എഴുതി വെക്കണം. എന്താണത്? ഉപരിയായ ഒന്നിനെ സ്വന്തമാക്കുവാൻ കയ്യിലുള്ള നിസാരമായ ഒന്നിനെ കളഞ്ഞേ പറ്റൂ. ആ നിസാരമായ ഒന്ന് നീ വിചിന്തനം ചെയ്യും. എന്താണെന്ന്? ദൈവമേ, ആ നിസാരമായ ഒന്ന് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നോ പറഞ്ഞിട്ട് എന്നെ വിടാൻ പറ്റുന്നില്ല. ഉപരിയായ ഒന്നിനെ കിട്ടണമെങ്കിൽ, അവിടുത്തെ സ്നേഹം രുചിച്ചറിയണമെങ്കിൽ ചിലതിനൊക്കെ എന്താ പറയാ, നോ പറയണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചില ഉപേക്ഷിക്കലുകൾ ആവശ്യമാണ്, ചില ഉപേക്ഷിക്കലുകൾ ആവശ്യമാണ് എന്നുള്ളതാണ്. ലേവിയെ വിളിക്കുന്നു, അവൻ ആ പാപ സാഹചര്യത്തിൽ നിന്നും വരുന്നു, അവനെല്ലാം ഉപേക്ഷിക്കുന്നു, കർത്താവിനെ അനുഗമിക്കുന്നു. എന്നിട്ടോ യേശുവിനെ എന്നിട്ട് എന്ത് ചെയ്യുന്നു? യേശുവിനെ അവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അയ്യോ അല്ലേ, പാപത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുമാറി കഴിഞ്ഞപ്പോ, ആ പാപ സാഹചര്യം നിങ്ങൾ വിട്ടുമാറിയപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നുവനെ. എന്നിട്ട് കർത്താവിനെ വിളിക്കുക, വാ എൻ്റെ വീട്ടിലേക്കൊന്ന് ഒരു വലിയൊരു വിരുന്ന് അവൻ അവിടെ ക്രമീകരിക്കുകയാണ് അല്ലേ. യേശുവിനെ അവന്റെ വീട്ടിലേക്ക് വിരുന്ന് വിളിക്കുകയാണ്. വിരുന്നിന് പോകാൻ ഒട്ടും മടിയില്ലാത്തവൻ എന്നാ പോയേക്കാം അല്ലേ, ഇല്ലേ? എത്ര ഇല്ലേ, വിരുന്നിന് വിളിച്ചാൽ അപ്പം പോകുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ് അല്ലേ. അങ്ങനെ വിരുന്നിന് വിളിക്കുമ്പോ ഓടിച്ചെല്ലുകയാണ് മത്തായിന്റെ വീട്ടിലേക്ക്, ലേവിയുടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ്. എത്ര സന്തോഷത്തോടെ ആയിരിക്കും അവൻ അവിടെ വിരുന്നൊരുക്കുന്നത്. ഒന്ന് ചിന്തിച്ചു ആ ഒരു സാഹചര്യം നിങ്ങളും കടന്നു തന്നെ. ഗുരുവേ, എൻ്റെ വീട്ടിലേക്കൊന്ന് വന്നാലും അവിടെ അത്താഴം കഴിക്കുവാനായിട്ട് ഞാൻ വലിയൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട്, വരാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നിന്റെ വീട്ടിലേക്ക് വരാം എന്ന് പറയുമ്പോൾ അവൻ എന്തുമാത്രം സന്തോഷമായിരിക്കും, എന്തുമാത്രം ഒരു വലിയൊരു വിരുന്നായിരിക്കും അവൻ്റെ വീട്ടിൽ അവൻ ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു തലത്തിലേക്ക് നീ കടന്നു നോക്കിയേ, എത്ര സന്തോഷത്തോടുകൂടിയായിരിക്കും അവൻ വിരുന്നൊരുന്ന് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇല്ലേ. കാണാതെ പോയ നാണയം തിരിച്ചു കിട്ടിയവൾ അയൽക്കാരെ വിളിച്ച് ആഘോഷിക്കുന്നത് പോലെ ഇല്ലേ. കാണാതായ ആട് അങ്ങനെയൊക്കെ ഇല്ലേ, കാണാതായ നാണയം. അതുപോലെ തന്നെ കാണാതെ പോയ ധൂർത്തപുത്രന്റെ മടങ്ങി വരവിൽ കാളയെ കൊന്ന് ഉത്സവം ആഘോഷിച്ച പിതാവിനെ പോലെ ഈ മത്തായി അങ്ങ് ആഘോഷിക്കുകയാണ്, വലിയൊരു വിരുന്നൊരുക്കുകയാണ്. പിടിയിട്ടുണ്ടോ നിങ്ങൾക്ക്? കാണാതായ നാണയം തിരിച്ചു കിട്ടിയപ്പോൾ അയൽവക്കക്കാരെ വിളിച്ച് വലിയ ഉത്സവം നടത്തിയതുപോലെ ധൂർത്തപുത്രന്റെ മടങ്ങി വരവിൽ അപ്പൻ കാളയെ കൊന്നിട്ട് ആ വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കിയതുപോലെ മത്തായി അങ്ങ് ആഘോഷിക്കുകയാണ്. മത്തായിക്ക് മത്തായി തന്നെ തിരിച്ചു കിട്ടി എന്നുള്ളത്. എന്തിനാ മത്തായി ആഘോഷിക്കുന്നത്? എന്തിനാ മത്തായി ഇങ്ങനെ ആഘോഷിക്കുന്നത്? എന്തിനാ മത്തായി ഇങ്ങനെ വിരുന്നൊരുക്കുന്നത്? പറന്ന് മത്തായിക്ക് മത്തായിയെ തന്നെ തിരിച്ചു കിട്ടിയെന്ന്. വലിയ വിരുന്നൊരുക്കുമ്പോ അവന്റെ ഉള്ളിലൊരു ബോധ്യമുണ്ട്,
എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടി, എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടി എന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ തന്നെയാണ് അവൻ അവന്റെ വീട്ടിലേക്ക് കർത്താവിനെ ക്ഷണിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി ആഘോഷിക്കുകയാണ്. എന്തുകൊണ്ട്? മത്തായിക്ക് മത്തായി തന്നെ തിരിച്ചു കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉള്ളിലുണ്ടായിരുന്ന ഇത്തിരി വട്ടം, ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്ന നന്മകളുടെ ഇത്തിരി വട്ടം അവന് തിരികെ കൊണ്ടുവരികയാണ്. മത്തായിയുടെ ഉള്ളിലെ എവിടെയൊക്കെയോ ഉറങ്ങിപ്പോയ, കെട്ടുപോയ ഇത്തിരി വട്ടം അവൻ കത്തിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്ന നന്മകളുടെ ഇത്തിരി വട്ടം ഉണ്ടായിരുന്നു, അവൻ തിരികെ കൈവരികയാണ് അല്ലേ, അവൻ തിരികെ കൊണ്ടുവരികയാണ്. അതങ്ങ് കത്തിക്കുകയാണ് ഇല്ലേ. എപ്പോഴേക്കോ വിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കപ്പെട്ട ആ പരിശുദ്ധാത്മാവിനെ നമ്മളിങ്ങനെ ചാരം വെച്ച് ഇങ്ങനെ മൂടി വെച്ചിട്ടില്ലേ? എപ്പോഴൊക്കെയോ നമ്മളൊക്കെ അത് മൂടി വെച്ചുപോയി. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ആ തിരിവട്ടം കെട്ടുപോകാതെ ഇങ്ങനെ ഉണ്ട്, ചെറുനാളമായിട്ടിരിപ്പുണ്ട്. അത് കത്തിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹമില്ലേ? ഉണ്ടാവും. ചില വചനങ്ങൾ കേൾക്കുമ്പോൾ, ചില ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിങ്ങനെ ആളിക്കത്തും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഉറങ്ങിപ്പോയ പരിശുദ്ധാത്മാവിനെ നമ്മളിങ്ങനെ ആളിക്കത്തിക്കാൻ പോവുകയാണ്. മത്തായിക്ക് മത്തായെ തന്നെ തിരിച്ചു കിട്ടിയതുപോലെ എവിടെയൊക്കെ ഉണ്ടായിരുന്ന ചില നന്മകളുണ്ട്, എവിടേക്കോ നഷ്ടപ്പെട്ടു പോയ എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, ഒരുമിച്ചൊരു കുടുംബ പ്രാർത്ഥനയൊക്കെ നടത്തണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ പാപത്തിന്റെ മേഖലകളിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ, ആ പാപമാകുന്ന മേഖലകൾ അതിങ്ങനെ വളർന്നുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവൻ നമ്മൾ എന്ത് ചെയ്യാണ്? സൈഡായിട്ട് മൂടി വെച്ചിരിക്കുകയാണ് ഇല്ലേ. എത്രയുണ്ട് ഉറങ്ങിക്കിടക്കുന്ന ചിലതൊക്കെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കുതിക്കുവാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിച്ചിട്ടില്ലേ? പ്രാർത്ഥനയിൽ നന്നായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഒരാഴ്ച നന്നായിട്ട് പ്രാർത്ഥിക്കും, വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വേദപുസ്തകമൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വായിക്കും, വിശുദ്ധ ആരാധനയിലൊക്കെ നമ്മളിങ്ങനെ സംബന്ധിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങ് മടുപ്പങ്ങ് തോന്നുകയാണ്. മടുപ്പ് തോന്നുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? ഇനി നാളെ ആവാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അതിങ്ങനെ നമ്മൾ കെടുത്തും. ചിലപ്പോൾ ഒക്കെ ഭയങ്കര കത്തലാണ്, ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ചാരം മൂടിയ അതുപോലെ ആയിട്ട് മാറുന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മത്തായി എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്? മത്തായിക്ക് മത്തായെ തന്നെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിലെ നന്മകൾ, ആ ഇത്തിരിവട്ടം അവൻ തന്നെ കത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ തന്നെ കത്തിക്കണം എന്നുള്ളതാണ്. ചെറിയ ഇത്തിരി വട്ടമൊക്കെ ഇവിടുന്ന് കിട്ടും. ചിലപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെയും, ചിലപ്പോൾ പ്രസംഗങ്ങളിലൂടെയും, വചനം മുറിക്കുന്നതിലൂടെയും, അപ്പം മുറിക്കുന്നതിലൂടെ ഒക്കെ എന്ത് കിട്ടും? ഇത്തിരി വട്ടം കത്തിക്കുവാനുള്ള ഒരു ഊർജം നമുക്ക് കിട്ടും. പക്ഷെ നമ്മളെ തന്നെ കത്തിക്കണം. മത്തായി തന്നെ കത്തിച്ചതുപോലെ നമുക്കുണ്ടായിരുന്ന ഇത്തിരി വട്ടം, നന്മകളുടെ ഇത്തിരി വട്ടം ഇല്ലേ, അത് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? കുറച്ച് കത്തിക്കണം. ചില പാപ സാഹചര്യത്തോടൊക്കെ നോ പറഞ്ഞ് നമ്മൾ എന്നത് കത്തിക്കുവാനായിട്ട് ശ്രമിക്കണം. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, പുറമേ ഈ മനുഷ്യൻ പാപാവസ്ഥയിൽ ജീവിച്ചു പോയിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ഒരു ചെറുവട്ടമുണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടി. അതിൻ്റെ വിരുന്നാണ് അവിടെ നടക്കുന്നത്. എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടി എന്നുള്ള ബോധ്യത്തോടു കൂടെയാണ് അവനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്, വലിയൊരു വിരുന്നൊരുക്കുന്നത്. എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നിട്ടും ശ്രദ്ധിക്കണേ, എന്നിട്ടും ഈ വിരുന്നിൽ കുറ്റം പറയുന്ന കുറെ ആളുകളുണ്ട് ഇല്ലേ? നിങ്ങൾ വായിക്കുമ്പോൾ കാണാം, ഈ വിരുന്നിൽ പങ്കെടുത്ത അനേകം ആളുകൾ കുറ്റം പറയുന്നുണ്ട്. എന്താണ് കുറ്റം പറയുന്നത്? പാപികൾ എപ്പോഴും പാപികളായിരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അല്ലേ? പാപികൾ എപ്പോഴും ഒരു പാപികളാകണം എന്നുള്ളൊരു ചിന്തയോടുകൂടെ തന്നെയാണ് മറ്റുള്ളവർ അതിനെ കാണുന്നത്. ഗുരുവിനോട് ചോദിക്കുകയാണ്. ഗുരുവിനോട് ചോദ്യം. എന്താണ് ആ ചോദ്യം? ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ നീ ഇരിക്കുന്നുവല്ലോ. ഉണ്ടോ? പാപികൾ എപ്പോഴും പാപികളാകണം എന്നുള്ള ചിന്ത. ചില വ്യക്തിയെ കാണുമ്പോൾ,
ചില കുടുംബങ്ങളെ കാണുമ്പോൾ നമ്മളും ചില വിലയിരുത്താറുണ്ടോ അവൻ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്, അവനൊന്നും നന്നാവാൻ പോകുന്ന ഒരുത്തനല്ല. അവൻ പള്ളിയിൽ പോവുകയോ ഒന്ന് പ്രാർത്ഥിക്കുകയോ എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അത് ചെറുപ്പക്കാരൻ. അവൻ നന്നാവാനൊന്നും നമ്മൾ തന്നെ പറഞ്ഞ് അവൻ അങ്ങനെ എന്തൊക്കെയാണ്, നമ്മൾ പറഞ്ഞില്ലെങ്കിലും അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അവൻ പാപിയാണ്, അവൻ പാപിയായ മനുഷ്യനാണ്. അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാനോ അവനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുവാനോ നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ. അവൻ അങ്ങനെ തന്നെ ജീവിക്കുന്നു, അങ്ങനെ തന്നെ നടക്കുന്നു. അവൻ അങ്ങനെ തന്നെ ജീവിച്ചേക്കട്ടെ, അവൻ അങ്ങനെ തന്നെ ജീവിച്ചു മരിക്കട്ടെ. പാപികളെന്നും പാപികളാണെന്നുള്ളൊരു ചിന്ത, അതിലേക്കൊന്നും ആഴമായിട്ട് കിടക്കുവാൻ അച്ഛൻ ആഗ്രഹിക്കുന്നില്ല, സമയക്കുറവ് മൂലം. ഗുരുവിനോട് ചോദിക്കുകയാണ്, ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ നീ ഇരിക്കുന്നുവല്ലോ. മറുപടി എന്താണ്? മറുപടി, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്.